ഹായ് ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റ് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനായ ജാംബോർഡ് എങ്ങനെ നമ്മൾ ഗൂഗിൾ മീറ്റിനോടൊപ്പം യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗൂഗിൾ മീറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം, ഒരു മെയിൽ ഐ ഡി വേണം. ആ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനായ ജാംബോർഡ് ആയാലും ഗൂഗിൾ ക്ലാസ് റൂം ആയാലും ഗൂഗിൾ മെയിലാണ് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു മെയിൽ ഐ ഡി വേണം. സോ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി വെച്ച് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ മീറ്റിംഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ഇവിടെ നിന്ന് ഞാൻ പോയിരിക്കുകയാണ്. സോ ഇതിൽ ന്യൂ മീറ്റിംഗ് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഇനി അല്ല, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് എ മീറ്റിംഗ് ടു ലേറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഞാൻ ഇതിൽ പോകുന്നത് സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിൽ കയറുന്നുണ്ടാവും. സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിൽ കയറിയ സമയത്ത് നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. എന്ത് ചെയ്യാം, നമുക്കിത് കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ജിമെയിലാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ വ്യൂവേഴ്സ് ഉള്ളത് അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആരൊക്കെയാണോ നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന, അല്ലെ ആരൊക്കെയാണോ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഉള്ളവർ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കൊരു റിപ്ലൈ തരുന്നുണ്ടാവും. ആ റിപ്ലൈ നിങ്ങൾക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്തോടുകൂടി നിങ്ങളുടെ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ മീറ്റിംഗ് കേൾക്കുന്നവരെ നിങ്ങൾക്ക് ഈ ഒരു മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ബട്ടൺ ഉണ്ട്. ഇവിടെ എന്താണ്, ടേൺ ഓഫ് മൈക്രോഫോൺ ഉണ്ട്, അതിൽ തന്നെ ക്യാമറ ചെയ്യാം, നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാം, അതിൽ തന്നെ ടേൺ ഓഫ് ക്യാപ്ഷൻ കൊടുക്കാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒന്നെങ്കിൽ നമുക്ക് പ്രസൻറ്റ് നൗവിൽ പോയിട്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സിന് കാണേണ്ട PPT അല്ലെങ്കിൽ ജാംബോർഡിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മളിതിൽ പറയുന്നത് ഗൂഗിൾ മീറ്റിൽ തന്നെ എങ്ങനെയാണ് ജാംബോർഡ് എടുത്ത് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ആരൊക്കെയാണ് നമ്മളെ ഷോ ചെയ്യുന്ന അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇവിടെ മെസ്സേജ് ചെയ്യാം. അഡീഷണൽ ആയിട്ട് കുറേയും കൂടിയും പ്ലഗിൻസുകൾ എങ്ങനെ നമുക്ക് ഗൂഗിൾ മീറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ള ഒരു ക്ലാസ്സിനെ പറ്റി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ ഒരു കാണുന്ന ഒരു ബട്ടൺ, ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നാണ് ജാംബോർഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഗൂഗിളിൻ്റെ ഒരു ജാംബോർഡാണ്. അതിന് വേറൊരു പേര് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി കയറാം, ന്യൂ വൈറ്റ് ബോർഡ് എടുക്കാം. ബോർഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ ആയിരിക്കും കാണുക. ഇത് യൂസർക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസിന് ഇത് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ വന്നിട്ട് നമ്മൾ ഇത്രയും ടൂൾസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പെന്ന് എന്ന് പറഞ്ഞ ടൂൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള തരത്തിലുള്ള 1, 2, 3, 4 ടൈപ്പുള്ള പെന്നുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ പെന്ന് ആവശ്യമുള്ളത് ആ പെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് വെച്ച് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ദെൻ ഇതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഏതാണോ കളറ്, ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് പെൻ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വന്നിട്ടാണ് എറേസർ ഉണ്ട്. ആ എറേസർ വെച്ചിട്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് വേണ്ട, ഇത് മൊത്തം ക്ലിയർ ചെയ്യണമെങ്കിൽ ഓപ്ഷനാണ് ക്ലിയർ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ ഫ്രെയിം എടുക്കുന്നതോടുകൂടി എന്താണ് വിൻഡോകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാവും, റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കൂടുതലായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എന്താണോ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഹായ് ഇറ്റ്സ് മീ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഇതിന് നമുക്ക് ഏതാണോ കളറ് ആ കളറെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഡിസ്പ്ലേ എനിക്ക് ഈ ഒരു ലെവലിൽ കാണണമെങ്കിൽ അങ്ങനെ കാണിക്കാം. ഇനി നമുക്ക് സെൻട്രലൈസ്ഡ് ആക്കി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഓരോ ഓപ്ഷൻസ്. എഡിറ്റ് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് എഡിറ്റ് ചെയ്യാം. സോ അടുത്തൊരു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് ഏതാണോ ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. ഇപ്പോൾ അടുത്തൊരു ടൂളാണ് പറയുന്നത് സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റിക്കി നോട്ടിൽ നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണ്, CPPൻ്റെ ഒരു ക്ലാസ് എടുക്കുകയെന്ന് വിചാരിക്കുക.
ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നു, ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിക്കി നോട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്ര സ്റ്റിക്കി നോട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ കൊടുക്കാൻ പറ്റും. സ്റ്റിക്കി നോട്ടുകൾക്കൊക്കെ ഒരു പരിധിയില്ല, സ്റ്റിക്കി നോട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് കുറേ പ്രിമിറ്റീവ്സ് ഉണ്ട്. ഇതിൽ സർക്കിൾ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സർക്കിൾ ഡ്രോയിങ് ചെയ്തു, ആ സർക്കിളിൽ നമുക്ക് ലൈന് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്താണോ അതിൻ്റെ ഒരു കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ സർക്കിൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പ്രിമിറ്റീവ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏതാണോ പർപ്പസ്, നമ്മുടെ പർപ്പസ് എന്താണോ അതിനാവശ്യമുള്ള രീതിയിൽ നമുക്കതിനെ എനേബിൾ ചെയ്യാൻ പറ്റുന്ന എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള. ഇപ്പോൾ ഞാനത് ഫില്ല് ചെയ്തു, ഇത്രമാത്രം സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ LP UP അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യേ, അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്യാം, എന്താണ് ഇമേജ് എന്നുള്ള കാര്യങ്ങൾ, ഇമേജിൽ ഏതൊക്കെ കളർ ഫില്ല് ചെയ്യുക, ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഈ ജാംബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിതൊരു ലേസർ ടൂളാണ്. നമുക്ക് ഏതാണോ നമ്മുടെ സെലക്ഷൻ, ഇപ്പോൾ എവിടെയാണോ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്, അല്ലെങ്കിൽ ഏതാണോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റ് അതിനെയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇത് മാത്രം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ലേസർ ടൂൾ എന്ന് പറഞ്ഞ്. സെലക്റ്റീവ് പാർട്ട് നമുക്ക് യൂസറിനെ കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സെലക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്ലിയർ ചെയ്യുന്നു. പിന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ലൈനാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഗ്രാഫ്, നമുക്ക് ഗ്രാഫ് വരച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാഫിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് മാത്സ് പഠിപ്പിക്കുന്നവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇപ്പോൾ ഞാനിവിടെ വൈറ്റാണ് എടുത്തിരിക്കുന്നത്, റെഡ് എടുക്കുന്നു, ഞാനൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണ്. ദെൻ വാല്യൂ 1 2 3 4 1 2 3 4. ദെൻ ഇതിനകത്ത് ഓരോ ലൈൻ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു പേജായിട്ടാണ് ജാംബോർഡിൽ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. പേജ് ഞാൻ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പേജിലേക്ക് വരും. ഇതിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹായ്. ഇപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അത്ര നല്ലതല്ല, അതുകൊണ്ടായിരിക്കാം. എനിവേ നമുക്ക് ഇതിൻ്റെ അകത്ത് അടുത്തൊരു ടൂളാണ് ആഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇമേജിനെ കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷനാണ് ആഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു ഇമേജ് നമുക്ക് കൊണ്ടുവരികയാണ്. അതായത് എൻ്റെ സിസ്റ്റത്തിലുള്ള ഒരു ഇമേജിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇത് കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം ഇതെന്താണോ ഇമേജ് എന്നോ. സ്റ്റിക്കി നോട്ട് വഴി ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്റ്റിക്കി നോട്ട് വഴിയും, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഹോംവർക്ക് കൊടുക്കുന്ന സമയത്ത് കുറേ ഇമേജ് കാണിച്ചാൽ ഇമേജ് എന്തൊക്കെയാണ്, ആ ഇമേജിൽ വന്നൊരു കളറ്, ഇങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഗെയിമുകൾ പോലെ നമുക്ക് സുന്ദരമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ജാംബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഇമേജ് കൊടുത്തിട്ട് അതിൻ്റെ നെയിമോ കാര്യങ്ങളൊക്കെ അവരയക്കുന്ന രീതിയിൽ, കുട്ടികൾ അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇവർക്കെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു ഇമേജാണ് ഇട്ടത്. ഈ ഇമേജ് അതിൻ്റെ കളറ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് എന്താണെന്ന് ആയിരിക്കും ടീച്ചർ ക്വസ്റ്റ്യൻ കൊടുക്കുന്നതെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരാൾ അനു എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അനുവിൻ്റെ ഹോംവർക്കായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇമേജ് ടൂളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ URL കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. ക്യാമറ നമുക്ക് കൊടുക്കാം, ഇമേജിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവും ഗൂഗിൾ ഫോട്ടോസ് ഇന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും.
ഇനിയിപ്പോൾ ഒരു ഫോട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോസ് എല്ലാം കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്കൊരു ഫോട്ടോ ഗൂഗിൾ ഇമേജ് വഴി നമുക്ക് സെർച്ച് ചെയ്യാം. എങ്ങനെയാണ് ഗൂഗിൾ ഇമേജ് വഴി സെർച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഞാനിവിടെ സെർച്ച് ചെയ്യാണ്. നോക്കേണ്ട ഒരു കാര്യം, ത്രൂ ഔട്ട് ഇൻ്റർനെറ്റ് ഇതിൻ്റെ അകത്ത് ആവശ്യമായിരിക്കും. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇൻ്റർനെറ്റ് ഇതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓഡീൻ്റെ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ആ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഇമേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റിക്കി നോട്ട് കൊടുക്കാം. ഇപ്പോൾ കാർ നെയിം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിക്കി നോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. കാർ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കാറിൻ്റെ നെയിം പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ കളറോ അല്ലെങ്കിൽ ആ ഒരു കാറിൻ്റെ കളറ് ഈ കാറിൻ്റെ നെയിമാണ് എന്താണ്, അല്ലെങ്കിൽ ഈ കാറിൻ്റെ കളർ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വേണം ഇത് കൊടുക്കാം. ഹോംവർക്കായിട്ട് കൊടുക്കുന്ന സമയത്ത് ആരൊക്കെയാണോ നമുക്ക് ഈ ആൻസർ ചെയ്യേണ്ട ആൾക്കാരുടെ പേരും കൂടി ഇവിടെ കൊടുക്കാം. അപ്പോൾ അനു എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ അനിൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ ആൻസർ ചെയ്യണം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുത്ത സമയത്ത് അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള ആൻസർ അവർ തരികയും ഒപ്പം നമുക്കത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും കൂടിയും ചെയ്യാം. അതാണ് ഈ ഒരു ജാംബോർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ. മാർക്കറുണ്ട്, എറൈസറുണ്ട്, ദെൻ സ്റ്റിക്കി നോട്ട് നമുക്ക് ആഡ് ചെയ്യാം, ആഡ് ഇമേജ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ബാർ എന്തിനാ സർക്കിൾ ഡ്രോയിങ് ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സും ലേസറും. ഇങ്ങനെ എത്ര ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മാത്സ് എടുക്കുന്ന ഒരു ടീച്ചറാണ്. മാത്സിൻ്റെ ഫസ്റ്റ് ഒരു മൊഡ്യൂൾ നമ്മൾ വർക്ക് ചെയ്യുന്നു. ആ ഒരു മൊഡ്യൂളിൽ ചെയ്യുന്ന എന്താണോ കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹോംവർക്കുകൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാം. ഒപ്പം എന്ത് ചെയ്യുക, ഈ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഇതിനെയും റീനെയിം ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സിനെ റീനെയിം ചെയ്യുക. ഇപ്പോൾ മാത്സ് റീനെയിം ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുക. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്കൊരു പേര് കൊടുക്കാം. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. PDF ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നോക്കുക, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇതൊരു PDF ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ആ ഡെയിലി എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാത്തിനുള്ള ഒരു ഡിജിറ്റൽ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ജാംബോർഡ് അത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ സേവ് ഫ്രെയിം ആസ് ഇമേജായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ജാംബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമുക്ക് ആ ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് ഫോം ചെയ്യാം. അതായത് നമുക്ക് ആരൊക്കെയാണ് മെയിൽ ID ഒന്ന് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ നമുക്ക് ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗെറ്റ് ലിങ്ക് എടുക്കുകയാണെങ്കിൽ കോപ്പി ലിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത്, ഏത് സ്റ്റുഡൻസിനാണോ അയച്ചു കൊടുക്കേണ്ടത്. ചിലപ്പോൾ മിക്കവാറും സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവാം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഇതാണ്. ഇതിലേക്കൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മെയിൽ ID ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ, ഇപ്പോൾ എൻ്റെ ഒരു മെയിൽ ID ഇതാണ്. ഈ മെയിൽ IDയിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻ ഉണ്ട്, വ്യൂവറും എഡിറ്ററും. എഡിറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൻസറുകൾ സ്റ്റുഡൻസിന് എഡിറ്ററായിട്ട് നമ്മൾ അസൈൻ ചെയ്യുക. പെർമിഷൻ എഡിറ്ററായിട്ട് തന്നെ കൊടുക്കുക. എഡിറ്ററായി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്ത കാര്യങ്ങൾ അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ജാംബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണോ ഗ്രൂപ്പ്, ഇപ്പോൾ എൻ്റെ ഒരു അബീസ് ക്ലാസ് ആണ്. അബീസ് ക്ലാസ് ഞാനാണ് ഇതിൻ്റെ ഒരു ഓണർ. ഇപ്പോൾ ആർക്കൊക്കെയാണ് ഇത് അയച്ചു കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഗെറ്റ് ലിങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഗെറ്റ് ലിങ്ക് അയച്ചു കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ജാംബോർഡിലെ കാര്യങ്ങൾ നമ്മൾ ഇതേ സാധനം തന്നെ എവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ ഏതൊക്കെ ജാംബോർഡിൽ ഏതൊക്കെ ബോർഡുകളാണ്, ആ ഓരോ ബോർഡിനെയും നമ്മൾ എടുക്കുന്നുണ്ടോ. 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് നമ്മൾ എടുക്കാം.
അപ്പോൾ ആ ബോർഡിൽ എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ബോർഡിലേക്ക് ഇവിടെ തന്നെ പോകാൻ പറ്റുന്നുണ്ടാവും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അറ്റ് എ ടൈം തന്നെ ഒന്ന് കൂടുതൽ ക്ലാസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിനെ എനേബിൾ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ സാധനങ്ങളെ നമുക്ക് ഡ്രൈവിൽ വെച്ച് യൂസ് ചെയ്യുക. ഈ ഡ്രൈവും കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, എങ്ങനെയാണോ ഡ്രൈവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്കൊരടുത്ത വീഡിയോയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് അതിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്യാം. ദെൻ അടുത്തൊരു എങ്ങനെയാണ് ജാംബോർഡ്, ഇപ്പം ഞാൻ കാണിച്ചുതരാം. ജാംബോർഡ് നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു വർക്കുകൾ, ഇതിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ജാംബോർഡിൻ്റെ വർക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നതല്ല. അല്ല, സ്റ്റുഡൻ്റ് ഒരു ആൻസർ ചെയ്തിട്ട് നമുക്ക് അയക്കുകയാണെങ്കിൽ ആ ആൻസറിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് നമ്മൾ അടുത്ത് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെ jamboard.google.com എന്ന് അടിക്കുക, ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. മെയിൽ ഐ ഡി കമ്പൽസറിയാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. റീസെൻറ്റ് ജാം, ഇവിടെ ഗൂഗിൾ ജാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ പ്രൊജക്റ്റുകളാണ്. ഓക്കെ, ഇത് ജാംബോർഡ്, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്കാണിത്. ഇതിപ്പോൾ ഞാനൊരു ക്ലാസ് എടുത്താണ്, ഗ്രാഫിക്സിൻ്റെ ഒരു ക്ലാസ് എടുത്താണ്, കമ്പ്യൂട്ടർ സയൻസിലെ ഗ്രാഫിക്സിൻ്റെ ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമുക്ക് എന്താണോ ലൈൻ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. എങ്ങനെയാണോ ലൈൻ ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ ആ ഒരു ക്ലാസ്സിൽ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതന്നെ നമ്മൾ DD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൽഗോരിതം ഉണ്ട്. ഒന്നുമില്ല, ഇതിപ്പോൾ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇപ്പോൾ DD എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതം നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് DD എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതം വെച്ചിട്ട് നമ്മൾ എനേബിൾ ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണോ കാൽക്കുലേഷൻ മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഇത് വെച്ച് ഡ്രോ ചെയ്യുന്നൊരു മെത്തേഡ് ഇതിൻ്റെ അകത്ത് കാണിച്ചു. ദെൻ സ്റ്റുഡൻറ്റിന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതിൽ തന്നെയാണ് അയച്ചു കൊടുത്തത്. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ ആൻസറാണ് ഓരോ സ്റ്റുഡൻസ് ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുന്നത്. ഫാത്തിമ റഷാനി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് 0-0-4-0 എന്ന് പറഞ്ഞതായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് എത്തുക, അതിൻ്റെ ഓരോ പിക്സൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അടുത്തൊരു മെത്തേഡ് സെയിം സ്റ്റുഡൻറ്റ് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അടുത്തൊരു ജസീറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോ ആൻസറുകൾ നമുക്ക് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ആക്ടിവിറ്റീസും കൂടെയാണ് ജാംബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ എത്തുന്നുണ്ടാവും. സോ ഇറ്റ്സ് മീ അബി, താങ്ക് യു ഫോർ വാച്ചിങ്.